നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒന്ന് വിശദമായി സംസാരിക്കാം. ലക്ഷ്യം വളരെ ലളിതമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കാര്യങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, ശ്രദ്ധേയമായ സംഭവങ്ങൾ, അതൊക്കെ വേഗത്തിലൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലുള്ളത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ, പിന്നെ രാഷ്ട്രീയ വിശകലനങ്ങൾ, അതുപോലെ പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെയാണ്. ഇനിയിപ്പോൾ വെറും 9 ദിവസമല്ലേ ബാക്കിയുള്ളൂ. നിലമ്പൂരിലെ ആ ഒരു ചൂട് ശരിക്കും കൂടിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ഓരോ ദിവസവും ഓരോ മണിക്കൂറും നിർണായകമാവുകയാണ്. നമുക്ക് ആ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ തന്നെ തുടങ്ങാം. ഈ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അൻവർ ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ സർക്കാരിന്റെ നിലപാട് മാറ്റാൻ UDF ജയിക്കണമെന്നാണ് അവരുടെ ഒരു വാദം. ഇത് UDFനൊരു ഉണർവ് നൽകിയിട്ടുണ്ടാവാം. അതേസമയം തന്നെ PDP അവർ ഇടതുമുന്നണിക്കുള്ള പിന്തുണ തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പിന്തുണകളും എങ്ങനെയായിരിക്കും അവിടെ പ്രതിഫലിക്കുക? അതെ, അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നിലമ്പൂരിന്റെ ഒരു ചരിത്രം നോക്കിയാൽ ചെറിയ വോട്ട് വ്യത്യാസങ്ങൾ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെൽഫെയർ പാർട്ടിയുടെയും PDPയുടെയും ഒക്കെ നിലപാടുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കാണും. ഓരോ വോട്ടും ശരിക്കും പറഞ്ഞാൽ നിർണായകമാണ്. ശരിയാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കിയാൽ LDFന്റെ M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൗക്കത്ത്, പിന്നെ സ്വതന്ത്രനായിട്ട് PV അൻവറും, ഇവര് തമ്മിലാണല്ലോ പ്രധാന മത്സരം. അതെ, പ്രചാരണവും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. വലിയ നേതാക്കളൊക്കെ എത്തുന്നുണ്ടല്ലോ. LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വന്ന് സ്വരാജിനെപ്പറ്റി പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. നിയമസഭ സ്വരാജിനെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വീണ്ടും വരുന്നുണ്ട് 13, 14, 15 തീയതികളിൽ. അത് പ്രചാരണത്തിന് നല്ല മൈലേജ് കൊടുക്കും. മറുവശത്തെ UDFും അവരും ഒട്ടും പിന്നിലല്ല. പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ടല്ലേ ജൂൺ 14 ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി. റോഡ് ഷോയും പൊതുസമ്മേളനവുമൊക്കെയുണ്ട്. അതോടൊപ്പം PV അൻവറിന്റെ പ്രചാരണത്തിന് യൂസഫ് പടാൻ വരുന്നു എന്നതും ഒരു കൗതുകമുള്ള വാർത്തയാണ്. താരപ്രചാരകരുടെ വരവ് അത് തീർച്ചയായും ഒരു മീഡിയ അറ്റൻഷൻ കൂട്ടും, ആൾക്കൂട്ടവുമുണ്ടാവും. യൂസഫ് പടാന്റെ വരവ് ചിലപ്പോൾ യുവ വോട്ടർമാരെയൊക്കെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ വോട്ടായി മാറുമോ എന്ന്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാവും, അതിൽ സംശയമില്ല. ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിലാണ് ആ വഴിക്കടവിലെ ദാരുണ സംഭവം, അനന്തു എന്ന കുട്ടിയുടെ മരണം, ഷോക്കേറ്റ്. അത് ശരിക്കും വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിപ്പോയി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തൊട്ട് ഇവിടത്തെ മന്ത്രിമാർ, MP-മാർ, സ്ഥാനാർത്ഥികൾ ഒരുപാട് പേര് ആ വീട് സന്ദർശിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ ആ കുടുംബത്തിന് 25 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണം എന്നാവശ്യപ്പെട്ടതും നമ്മൾ കണ്ടു. ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭരണപരമായ വീഴ്ച എന്ന രീതിയിൽ വരുമ്പോൾ, അത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത്, നമുക്ക് ആ വോട്ടർമാരുടെ കണക്കുകളിലേക്കൊന്ന് നോക്കാം. ഫൈനൽ ലിസ്റ്റ് പ്രകാരം 2,32,384 വോട്ടർമാരുണ്ട് ആകെ. അതെ, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ, 1,18,889 പേർ. പുരുഷന്മാരെക്കാൾ 1,13,486, ഏകദേശം 5,403 വോട്ട് കൂടുതൽ. പിന്നെ 9 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും. ഈ സ്ത്രീ വോട്ടർമാരുടെ മുൻതൂക്കം അത് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഈ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഒന്നുകൂടി കൂടുകയാണ്. ഇവിടെ ഇടതുപക്ഷം ജയിച്ചാൽ അത് UDFന് ഒരു ക്ഷീണം മാത്രമല്ല, 2026ലേക്ക് പോകുമ്പോൾ LDFന് അതൊരു വലിയ ബൂസ്റ്റായിരിക്കുമെന്നും പറയുന്നുണ്ട്. ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് മുന്നണികളും ഇതിനെ ഒരു അഭിമാന പോരാട്ടമായിട്ട് കാണുന്നത്. ഒരു സെമിഫൈനൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓരോ വോട്ടും ഇവിടെ ശരിക്കും നിർണായകമാകും. റിസൾട്ട് എന്തു തന്നെയായാലും അത് മലപ്പുറത്തെയും കേരളത്തിലെയും രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നല്ല കടുത്ത മത്സരം, വലിയ നേതാക്കൾ വരുന്നു, അനന്തുവിന്റെ മരണം പോലെയുള്ള വൈകാരികമായ പ്രാദേശിക വിഷയങ്ങൾ, പിന്നെ സ്ത്രീ വോട്ടർമാരുടെ ആ ഒരു നിർണായക സാന്നിധ്യം, ഇതെല്ലാമാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഇത്രയും ശ്രദ്ധേയമാക്കുന്നത്. നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്, ഒരു ചിന്ത. ഒരു സൈഡിൽ പ്രിയങ്ക ഗാന്ധി, പിണറായി വിജയൻ, യൂസഫ് പടാൻ, ഇവരൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ദേശീയ സംസ്ഥാന രാഷ്ട്രീയം
വലിയ വാഗ്ദാനങ്ങൾ. മറുവശത്ത് ഈ അനന്തുവിന്റെ മരണം പോലെയുള്ള സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ, ആശങ്കകൾ. അപ്പോൾ നിലമ്പൂരിലെ ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് നടക്കുമ്പോൾ ഇതിലേതിനായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ആ വലിയ രാഷ്ട്രീയ ചിത്രത്തിനോ അതോ അവരുടെ മുന്നിലുള്ള പ്രാദേശിക യാഥാർത്ഥ്യങ്ങൾക്കോ? ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി.